ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഈ ഒരു സെഷനിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 ഡിസംബർ 21 നടന്ന കന്നഡ നോയിങ് അസിസ്റ്റന്റ് പരീക്ഷയിൽ നമ്മൾ പറഞ്ഞ മുഴുവൻ ചോദ്യങ്ങളും, നവോത്ഥാനത്തിലെ മുഴുവൻ ചോദ്യങ്ങളും 10ൽ 10 ചോദ്യങ്ങളും നമ്മൾ തന്ന പ്രിന്റഡ് നോട്ടിൽ നിന്നാണ് എന്ന വിവരം വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, വരാൻ പോകുന്ന 12th ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, വരാൻ പോകുന്ന ഏത് മത്സര പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഗുണമാകുന്ന ഒരു PDF നോട്ട് അല്ലെങ്കിൽ പ്രിന്റഡ് നോട്ടാണ് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട 323 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടങ്ങിയ 9 പേജുള്ള ഒരു PDF നോട്ട്. അത് നിങ്ങൾ പ്രിന്റ് എടുത്ത് പഠിക്കുവാണെങ്കിൽ എങ്ങനെ ആയാലും നിങ്ങൾ അത് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഇപ്പൊ ഇന്നലെ അതായത് 2024 ഡിസംബർ 21 നടത്തിയ കന്നഡ നോയിങ് അസിസ്റ്റന്റ് പരീക്ഷയിൽ മൊത്തം 100 ചോദ്യങ്ങളാണുള്ളത്. അതിൽ കന്നഡയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും, ഇംഗ്ലീഷ് ചോദ്യങ്ങളുണ്ട്, മലയാള ചോദ്യങ്ങളുണ്ട്, GK ചോദ്യങ്ങളിൽ 10 നവോത്ഥാനം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു മത്സര പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നല്ല. ഒരു ചോദ്യമോ അല്ലെങ്കിൽ 2 ചോദ്യമാണെങ്കിൽ പറയാം, നമ്മൾ അതിന്റെ ഒരു ഭാഗമാകാൻ പറയാൻ സാധ്യതയില്ല. ഇവിടെ 10 ചോദ്യങ്ങളും, അതായത് ഒരു മത്സര പരീക്ഷയിൽ ജോലി നിർണ്ണയിക്കുന്ന 10 ചോദ്യങ്ങളുടെയും കണ്ടന്റ് സോഴ്സ് സഹിതം നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വേണ്ടത്, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾ, ഇനിയും ആ PDF നോട്ട് കണ്ടില്ല എങ്കിൽ ആ PDF നോട്ടിന്റെ PDF ലിങ്ക് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് താഴെ തന്നെ അതിന്റെ PDF നോട്ട് കാണും. അതൊന്ന് എടുത്ത് പ്രിന്റ് എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നുമില്ല, നിങ്ങളൊരു സിംഗിൾ പേയ്മെന്റ് പോലും അതിനടയ്ക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് പ്രിന്റ് ആയിട്ട് ഒന്ന് എടുത്ത് പഠിച്ചു വെച്ചാൽ മാത്രം മതി. അപ്പൊ കന്നഡ നോയിങ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ച അത്രയും ചോദ്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മത്സര പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണ്ടത് 2021 അല്ലെങ്കിൽ 2024, 2021, 22, 23 മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്താലും ഈ പറയുന്ന മുഴുവൻ PYQ നമുക്ക് കിട്ടണമെങ്കിൽ ആ പ്രിന്റ് ഒന്ന് വായിച്ചാൽ മതി. 2024 ഡിസംബർ 21 കന്നഡ നോയിങ് അസിസ്റ്റന്റ് പരീക്ഷ കേരള PSC നടത്തിയത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതിൽ ഈ പറയുന്ന നവോത്ഥാനത്തിലെ 10 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമ്മൾ കൊടുത്ത നവോത്ഥാനം പ്രസ്താവന ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന ഈ ഒരു PDF നോട്ട് അല്ലെങ്കിൽ പ്രിന്റഡ് നോട്ടിൽ നിന്നാണ്. ദയവ് ചെയ്ത് ഇനിയും അത് എടുക്കാത്തവർ എന്ത് ചെയ്യുക, PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിൽ നിന്ന് ആ PDF നോട്ട് ഒന്ന് കളക്ട് ചെയ്ത് പ്രിന്റ് എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഒന്നാമത്തെ ചോദ്യം, ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന് സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അങ്ങനെ 1, 2 ചോദ്യമല്ല, 323 ചോദ്യങ്ങളാണ്. അത്രയേറെ എഫേർട്ട് ഇട്ടു ആ പ്രിന്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ. അപ്പൊ ആ എഫേർട്ടിന് തുല്യമായി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം. അതേ ഉള്ളൂ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. അപ്പൊ അതിൽ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. വർക്കൗട്ട് ബാച്ച്, PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ വർക്കൗട്ട് ബാച്ചിന്റെ 2ാമത്തെ സെഷൻ തുടങ്ങിയ നാളെ മുതൽ, അടുത്ത ദിവസം മുതൽ 2ാമത്തെ വർക്കൗട്ട് ബാച്ചിന്റെ 2ാമത്തെ സെഷൻ തുടങ്ങിയ. അപ്പോൾ 1ാമത്തെ ബാച്ചുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യമുണ്ട്. ഇക്കഴിഞ്ഞ LDC പരീക്ഷയുടെ മുഴുവൻ ഘട്ടങ്ങളിൽ നടത്തിയ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും SCRT സ്കൂൾ ടെക്സ്റ്റും കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ്, സയൻസ് ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ നമ്മൾ കൊടുത്ത ഫസ്റ്റ് സെഷനിൽ ഉള്ളതായിരുന്നു. ഇനി LGS പരീക്ഷയുടെ ചോദ്യം എടുത്തോ. LGSന്റെ 4 ഘട്ടങ്ങളിലെ നമ്മൾ അതിന്റെ പ്രൂഫ് സഹിതം നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ചുമ്മാതെ വന്ന് ഞാൻ അങ്ങ് തള്ളിയിട്ട് പോവുകയല്ല, ഇത് നിങ്ങൾക്ക് തെളിവ് സഹിതം പറഞ്ഞു തരികയാണ്. അപ്പോൾ വർക്കൗട്ട് ബാച്ചിന്റെ 10th ലെവൽ പ്രിലിമിനസുമായി ബന്ധപ്പെട്ട് 12th ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷയ്ക്കും ഗുണമാകുന്ന രീതിയിലുള്ള 2ാമത്തെ വർക്കൗട്ട് ബാച്ച്, വളരെ ഇമ്പോർട്ടന്റ്, ഈ വാക്ക് തന്നെ ഇമ്പോർട്ടന്റ് ആണ്, വർക്കൗട്ട് ബാച്ച്. ചില ആളുകൾ വർക്കൗട്ട് ബാച്ചിനെ പറ്റി നമ്മളെ അടുത്ത് പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. ചുമ്മാതെ കുറച്ച് കണ്ണിൽ പൊടിയിടുകയാണ്, ഉദ്യോഗാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടുകയാണ് PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ. ഒരിക്കലുമല്ല. അതിന്റെ ക്ലാസ്, അതിന്റെ PDF നോട്ട്, പ്രൂഫ് സഹിതം പരീക്ഷയ്ക്ക് ശേഷം ഏതൊക്കെ മേഖലയിൽ നിന്ന് നമ്മൾ തന്ന ഏതൊക്കെ PDF നോട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു എന്ന് വരെ നിങ്ങൾക്ക് പ്രൂഫ് സഹിതം നമ്മൾ തരുന്നുണ്ട്. അപ്പൊ 2ാമത്തെ വർക്കൗട്ട് ബാച്ചിൽ 2ാമത്തെ സെഷൻ തുടങ്ങുകയാണ്. താല്പര്യം ആരെയും നിർബന്ധിക്കുന്നില്ല. ചിലപ്പോൾ താഴെ വന്ന കമന്റ് ചെയ്യും, നിങ്ങൾ ഇതുവരെയായിട്ട് ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങളെ ഇൻഫോം ചെയ്തില്ലല്ലോ, സെക്കൻഡ് ബാച്ചിൽ എന്തിനാ ഇൻഫോം ചെയ്യുന്നത്? ഫസ്റ്റ് ബാച്ച് അങ്ങനെ ഇൻഫോം ചെയ്തതല്ല, ഫസ്റ്റ് ബാച്ച് കോമൺ ബാച്ച് ആയിരുന്നു. അതിനകത്ത് PDF നോട്ട്, എക്സാം, വീഡിയോ ക്ലാസ് എല്ലാം നമ്മൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ ബാച്ചിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്.
ഈ പറയുന്ന 10th ലെവൽ പ്രിലിംസിന്റെ 80 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാക്കാം. 80 മാർക്ക്. അപ്പൊ നമ്മൾ ചില ആളുകളെങ്കിലും പറയും 100 മാർക്ക് അല്ലയോ മൊത്തം 10th ലെവൽ പ്രിലിംസ്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി തുടക്കം മുതൽ പറയുന്നു നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനുള്ള ഈ പറയുന്ന PYQO അതിന്റെ സീരീസോ ഒന്നും ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്നില്ല. 20 മാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെലഗ്രാം ചാനലോ യൂട്യൂബ് ചാനലോ ഇഷ്ടമുള്ള അധ്യാപകരുടെ ക്ലാസ് ഒന്ന് നിങ്ങൾക്ക് കാണാം. 80 മാർക്ക് സയൻസ്, GK, കറണ്ട് അഫയേഴ്സ്, SCRT, NCRT ഉൾപ്പെടെ 80 മാർക്ക് ഉറപ്പിക്കുന്ന വർക്കൗട്ട് ബാച്ചിന് രണ്ടാമത്തെ സെഷൻ തുടങ്ങിയാണ്. താല്പര്യമുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ 10th ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട് 80 മാർക്ക് ഉറപ്പാണ്. ആരെയും നിർബന്ധിക്കുന്നില്ല. 2025 നിങ്ങളുടെ വർഷമാണ്, അതിൽ തർക്കമില്ല. കാരണം അത്രയേറെ നിങ്ങൾ പഠിച്ചു, അത്രയേറെ നിങ്ങൾ എഫേർട്ട് ഇട്ടു. ഇനി ഒറ്റ കണ്ടീഷൻ മാത്രം, ഈ രണ്ടാമത്തെ സെഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പറയുക, ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. തരുന്ന വീഡിയോ ക്ലാസ് പഠിക്കണം, തരുന്ന PDF നോട്ട് പഠിക്കണം, തരുന്ന എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ബാച്ചിന്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അല്ലാതെ ചുമ്മാതെ കുറച്ച് ക്ലാസ് തന്നെന്നോ അല്ലെങ്കിൽ കുറച്ച് വീഡിയോ സീരീസ് തന്നെന്നോ അല്ലെങ്കിൽ കുറച്ച് എക്സാം കണ്ടക്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളത് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ടൈം ടേബിൾ പ്രകാരമാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, അടുത്തത് ഇനി കഴിഞ്ഞ കന്നഡ നോയിങ് പരീക്ഷയിലെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോയാൽ 10 നവോത്ഥാന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കൂ, ഇതുവരെ നമ്മൾ ഈ സീരീസ് ചെയ്തു. 10th ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട് LDCയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള സീരീസ് ചെയ്തു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് മെജോറിറ്റി. 80% സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് എല്ലാ വീഡിയോ സീരീസിലും നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. കാരണം പുതിയ മത്സര പരീക്ഷയിൽ പുതിയ പ്രസ്താവന ചോദ്യങ്ങളാണ്. അതല്ലാതെ പഴയകാല ചോദ്യം പോലെ, അതായത് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്, അല്ലെങ്കിൽ അതൊക്കെ സത്യമാണ്, അതിന്റെ റിയാലിറ്റി ആണ് നമ്മൾ പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളമാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അങ്ങനെയൊക്കെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പരീക്ഷയിൽ. ഇപ്പോഴും ഉണ്ട്, തർക്കമില്ല. ഇപ്പോഴും കേരള PSCയിൽ ഡയറക്റ്റ് ചോദ്യങ്ങളുണ്ട്. എന്നാൽ എന്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കണം? പ്രസ്താവന ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കണം. ആ പ്രസ്താവന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും ചേർത്ത് വായിക്കുമ്പോൾ എന്താകും? പ്രസ്താവനകളാകും. അപ്പൊ സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഒന്നാമത്തെ പ്രസ്താവന, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. നമുക്കറിയാം, ആ പ്രിന്റഡ് നോട്ട് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ വർക്കൗട്ടിന്റെ സീരീസ് ആയിക്കോട്ടെ, അതിനകത്തെല്ലാം ഞാൻ പാക്കേജ് സഹിതം പഠിപ്പിച്ചതാണ്. സാധുജന പരിപാലന സംഘം ആരുടേതാണ്? അത് അയ്യങ്കാളിയുടേതാണ്. അപ്പൊ ആ പ്രസ്താവന ശരിയാണ് എന്നല്ലേ? അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ 1863 കല്ലുമാല സമരം നടത്തി. അപ്പൊ കല്ലുമാല സമരം നടത്തിയതാരാ? അത് അയ്യങ്കാളി. അപ്പൊ നിങ്ങൾ വർഷങ്ങളിലേക്ക് ഒന്ന് നോക്കണം. കല്ലുമാല സമരത്തിന്റെ വർഷം 1863 അല്ലേ? അല്ല. കല്ലുമാല സമരം നടന്ന വർഷം എന്ന 1915. അപ്പൊ ആ രണ്ടാമത്തെ പ്രസ്താവന തെറ്റല്ലയോ? മൂന്നാമത്തെ പ്രസ്താവനയിലേക്ക് വന്നാൽ അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാ. നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാ ഒരു മകനെ അല്ലെങ്കിൽ പുത്ര എന്നൊക്കെ വിളിക്കുന്നത്? അമ്മയുടെ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയായിരിക്കുമല്ലോ. വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇസ്രാ ഡേവിഡ് എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി, ഇസ്രാ ഡേവിഡ് പണിഞ്ഞ അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി 1980കളിൽ ഈ കേരളത്തിലെത്തിയ ഇന്ദിരാഗാന്ധി പറഞ്ഞ വാക്യമാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ. പുലേ രാജ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചതാ. ഇനി വരും ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്നത് അത് 10th ലെവൽ പ്രിലിംസ് മാത്രമല്ല, നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകൾക്കും ഗുണകരമാകുന്ന ഓരോ ദിവസം ഓരോ നവോത്ഥാന നായകന്മാരെ വെച്ച് ഒരു സീരീസും കൂടി തുടങ്ങുകയാണ്. അപ്പൊ ഈ പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വർക്കൗട്ട് സീരീസ് ഉണ്ട്, ദെൻ ഈ പറഞ്ഞ നവോത്ഥാനത്തിന്റെ സീരീസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിന്റെ ഉണ്ട്. എല്ലാം കൂടെ വർക്ക് ലോഡ് ആകുമ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ എടുക്കുന്ന എഫേർട്ടിന്റെ 100 ഇരട്ടി എഫേർട്ട് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റിസൾട്ട് ആവും. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ കണക്കിലെടുക്കേണ്ട. ഈ പറയുന്ന കൂട്ടായ്മ ചെയ്യുന്ന എഫേർട്ട് മാത്രം ഒന്ന് കണക്കിലെടുത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. നാലാമത്തെ പ്രസ്താവനയിലേക്ക് വന്നാൽ ശ്രീമൂലം
പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ അയ്യങ്കാളിയാണ്. തർക്കം വേണ്ട. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ ആരാണ്? അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്നത് 1904 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് 1888 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ. ഇന്ത്യയിൽ ആദ്യ നിയമനിർമ്മാണ സഭയുടെ പേര് മൈസൂർ നിയമനിർമ്മാണ സഭ എന്നാണ്. 1887 മൈസൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത്. ഇതൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്രിന്റഡ് നോട്ടിൽ വളരെ വ്യക്തമായി കൊടുത്തു. ആ പ്രിന്റ് വായിച്ചവർക്ക് 1 മാർക്ക് കിട്ടി. 10ൽ 1 കിട്ടി. ബാക്കിയുള്ള 9ലേക്ക് വരാം. അപ്പൊ ഈ പ്രസ്താവനകളിൽ ഇതിൽ ഏതാണ് പ്രസ്താവനയാ ശരിയാകുന്നത്? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ സി ആണോ? ഓപ്ഷൻ ഡി ആണോ? ആൻസർ ഓപ്ഷൻ സി ആണ് ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത്. 1ാമത്തെ പ്രസ്താവന ശരിയാണ്, 2ാമത്തെ തെറ്റാണ്. അപ്പൊ 3ാമത്തെ പ്രസ്താവന ശരിയാണ്, 4ാമത്തെ പ്രസ്താവന ശരിയാ. അപ്പൊ ഓപ്ഷൻ സി ആണ് വരേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ശ്രീമൂലം പ്രജാസഭയുമായി ബന്ധപ്പെട്ട പോയിന്റ് കിട്ടി, കല്ലുമാല സമരത്തിന്റെ വർഷം മാത്രം തെറ്റ്. അപ്പൊ 2 തെറ്റുള്ള അല്ലെങ്കിൽ 2 ഇല്ലാത്ത ഏത് പ്രസ്താവനയാണ് നോക്കിയാൽ, അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ആണ് നോക്കിയാൽ മതി. നോക്കൂ, ഓപ്ഷൻ എയിൽ 2 ഉണ്ട്, അപ്പൊ അത് വരത്തില്ല. ഓപ്ഷൻ ബിയിലും 2 ഉത്തരമായി കൊടുത്തേക്കുന്നു. 1863 കല്ലുമാല സമരം നടത്തിയത്. ഓപ്ഷൻ ഡിയിലും 2 കൊടുത്തേപ്പുണ്ട്. അപ്പൊ 2 ഇല്ലാത്തത്, അതായത് 2ാമത്തെ പ്രസ്താവന ഇല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഉത്തരമായി കൊടുക്കേണ്ടത്. അത് ഓർക്കുക. 1ാമത്തെ പ്രസ്താവന ചോദ്യം. 2ാമത്തത് 52ാമത്തെ ചോദ്യം. അതായത് ഈ പറഞ്ഞേക്കുന്ന ചോദ്യത്തിൽ ആദ്യത്തെ 40 എണ്ണം കന്നഡയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതിനുശേഷം 10 നവോത്ഥാനം, അതിനുശേഷം 10 ഈ പറയുന്ന പ്രധാനപ്പെട്ട ബേസിക് സയൻസ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്. അങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ ഓർഡർ വന്നേക്കുന്നത്. അടുത്ത ചോദ്യം 52ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? ഇങ്ങനെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. സംഘടന, വർഷം, മാസിക, മുഖപത്രം ഒന്നും പറഞ്ഞ് കാണാപ്പാടം പഠിപ്പിച്ചു വിട്ടതാ, പാക്കേജ് സഹിതം. അപ്പൊ ഓപ്ഷൻ എയിലേക്ക് വന്നാൽ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘമാണോ? ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദന്റെയാ. അപ്പൊ അവരുടെ ചോദ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. എന്തുവാ? ആലപ്പുഴയിൽ ആത്മവിദ്യാ സംഘം ആരംഭിച്ചത് കെ ദേവയാനി എന്നറിയപ്പെടുന്ന വനിതയാണ്, പഠിപ്പിച്ചതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ വാഗ്ഭടാനന്ദനെയാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത്. അപ്പൊ ഓപ്ഷൻ എ ശരിയാണ്, അതൊന്ന് ഓർക്കണം. ദെൻ 2ാമത് ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം. തുടക്കത്തിലെ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തെടുത്ത് ഞാൻ പറഞ്ഞ എന്തുവെന്നറിയോ? സമ എന്ന വാക്ക് വന്നാൽ ഉത്തരം വൈകുണ്ഠസ്വാമികൾ എന്നല്ലയോ പറഞ്ഞേ? അപ്പൊ ഈ ഓപ്ഷൻ തെറ്റല്ലയോ? ബി തെറ്റാണെന്നല്ലയോ നമുക്ക് വേണ്ടത്? അപ്പൊ ബി തെറ്റാണ്. മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം സ്ഥാപിച്ചിട്ടില്ല. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സ്ഥാപിക്കുന്നത്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ശരിയാ. ദെൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. ഇത് പാക്കേജ് സഹിതം പഠിപ്പിച്ചതാണ്. അതിൽ എടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, 1 മാർക്ക് ഉറപ്പിച്ചോ 2024 നടക്കുന്ന ഏതെങ്കിലും പരീക്ഷയിൽ 1 മാർക്ക് ഉറപ്പിച്ചോ എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഇതൊരു പ്രവചനം തന്നെയാ. പറഞ്ഞല്ലോ, മുൻകാല വർഷങ്ങളിലെ മുഴുവൻ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പാക്കേജ്, ദെൻ റിവിഷൻ ചലഞ്ച്, ഇതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയാ? രക്ഷപ്പെടാൻ വേണ്ടിയാ. 2025 നിങ്ങളുടെ വർഷമാണെന്നേ. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടെന്ന് മുകളിലിരിക്കുന്ന ദൈവം തമ്പുരാന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. എനിക്കറിയില്ല. നിങ്ങളുടെ വീട്ടിലെ അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കോ ഒക്കെ കുറച്ചറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ പൂർണ്ണമായിട്ടും മുകളിലിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയും നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്, എത്രത്തോളം അവഗണന മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. എനിക്കും കിട്ടിയിട്ടുണ്ട് ഒത്തിരി അവഗണന. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ക്ലാസ് കൊള്ളില്ല എന്ന് പറഞ്ഞ ആളുകൾ കാണും. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് കൊള്ളത്തില്ല, നവോത്ഥാനം കുറച്ച് മാർക്കിനെ ചോദിക്കത്തുള്ളൂ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയാ കൂടുതൽ ചോദിക്കുന്നത്, ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്ന് പറയുന്നവരും കാണും. എല്ലാം 10 വിരലുകൾ ഉണ്ടെങ്കിൽ 10 വിരലുകളും ഒരു വ്യക്തിക്ക് പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ ഒരു വിരൽ മാത്രം പ്രാധാന്യമില്ല. ഓരോ വിരലുകൾക്കും എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയുടെയും പ്രത്യേകത. ഓരോ ഏരിയയ്ക്കും പ്രാധാന്യമുണ്ട്. അതിൽ ചെറുതെന്നോ വലുതെന്നോ ഒരു വ്യത്യാസമില്ല. ഓരോ മാർക്കും നിർണായകമാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അവഗണിച്ച എത്ര പേരുണ്ടോ അവർക്കെല്ലാമുള്ള മറുപടി ആയിരിക്കണം 2025 വർഷം. അതല്ലാതെ 2025 അവരുടെ അവഗണന കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തിരിച്ച് നമ്മൾ
പറയും. അപ്പൊ നമുക്ക് വേണ്ട രണ്ടാമത്തെ ചോദ്യം നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യത്തേക്ക് വന്നാൽ താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തതേത് എന്നാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത്. അപ്പൊ നമ്മൾ ഇതേ ചോദ്യം ഇങ്ങനെ തന്നെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. തർക്കമുള്ളവര് ആ PDF നോട്ട് എടുത്ത് നോക്കിയാൽ മതി. ഇങ്ങനെ തന്നെ ഈ ചോദ്യം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഇത് ഞാൻ പ്രവചിച്ച് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ലീക്കാക്കി നിങ്ങളുടെ മുന്നിലേക്ക് തന്നെന്നല്ല അതിനർത്ഥം. ഞാൻ തന്ന 323 അല്ലെങ്കിൽ ഈ കൂട്ടായ്മ തന്ന 323 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും മുഴുവൻ PYQ ആ മുഴുവൻ PYQ നിങ്ങളുടെ മുന്നിലേക്ക് തന്നത്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആരെങ്കിലും ആളുകൾ പറയാണ് ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി എന്ന് പാവം പിടിച്ച് ഓരോ ആളുകളെ ഇപ്പൊ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ പറയുവാണെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതും വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയതാണ് ഈ പ്രിന്റ്. അതല്ലാതെ ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ പടച്ച് എടുത്തതല്ലെന്ന് മാത്രം ഓർക്കുക. 53ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തതേത്? ഓപ്ഷൻ എ നോക്കിയേ, അദ്വൈത ചിന്താ പദ്ധതി. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം, ഇത് രണ്ടും ആരുടേതാ? ചട്ടമ്പി സ്വാമികളുടെ. ചിന്തിച്ചിട്ട് പഞ്ചറാക്കുന്നത് ചട്ടമ്പികളായിരിക്കും എന്നാ കോഡ് ഞാൻ പഠിപ്പിച്ചേ. ചിന്തിച്ചിട്ട് പഞ്ചറാക്കും. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഓപ്ഷൻ എന്തല്ല? ശ്രീനാരായണ ഗുരുവിൻ്റെതല്ല. അതായത് എ ഓപ്ഷൻ ആരുടേതല്ല? ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെതല്ല. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ദൈവദശകം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അദ്വൈത ചിന്താ പദ്ധതി ആരുടേതല്ല? ശ്രീനാരായണ ഗുരുവിൻ്റെതല്ല. അപ്പൊ 53ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യമായി. ദെൻ നാലാമത്തെ ചോദ്യത്തേക്ക് വന്നാൽ 54ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിലേക്ക് വന്നാൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പട്ടിണി ജാഥ സംഘടിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഒരു സവർണൻ, അദ്ദേഹം സവർണനായതുകൊണ്ട് തന്നെ സവർണ ജാഥ സംഘടിപ്പിച്ചു. ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. അദ്ദേഹം ഒരു സവർണനായതുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ചു. അങ്ങനെ ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ അതല്ല കാരണം, അതുകൂടി ഓർക്കണം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പട്ടിണി ജാഥ അല്ലല്ലോ. പട്ടിണി ജാഥ ആരുടേതാ? അത് വേറേതാ. പട്ടിണി ജാഥ AK ഗോപാലനാണ് നടത്തിയത്. അത് ഓർക്കുക. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന ഓപ്ഷനകത്തുണ്ടോ അത് തെറ്റായിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബിയിലേക്ക് വന്ന രണ്ടാമത്തെ പ്രസ്താവന നോക്കിയേ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭന. ശരിയാ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്, കമ്മിറ്റിക്ക് ഒരു സെക്രട്ടറി ഉണ്ട്. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ 10th ലെവൽ പ്രിലിംസിന് 3 മാർക്ക് അല്ലെങ്കിൽ 3 ടോപ്പിക്ക് ഉറപ്പായും ചോദിക്കും. ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹം, 1 പോയിന്റ് ചട്ടമ്പി സ്വാമി. ഈ 3 ടേം അല്ലെങ്കിൽ 3 മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായും കാണും. ഇനി ഒരു മേഖലയും കൂടെ ഞാൻ പറഞ്ഞു തരുവാണ്. അൽ അമീൻ എന്നറിയപ്പെടുന്ന മാസികയെ പറ്റി ചോദ്യം കാണും. കാരണം ഈ 3 സംവിധാനത്തിന്റെയും ഏതാ? വൈക്കം സമരത്തിന്റെ, അൽ അമീൻ എന്ന മാസിക അല്ലെങ്കിൽ പത്രത്തിന്റെ, ചട്ടമ്പി സ്വാമികൾ. ഇവർ ഈ 3 മേഖലയുമായി ബന്ധപ്പെട്ട 100ാം വാർഷികം 2024 ആഘോഷിക്കുന്നു. കറണ്ട് അഫയേഴ്സ് എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തതാണ് കറണ്ട് അഫയേഴ്സ്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നു. ഈ കേരള റിനൈസൻസ് മാത്രമല്ല നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ LDC പരീക്ഷയുടെ ചോദ്യം നിങ്ങൾ ഈ എത്ര ഘട്ടത്തെ പരീക്ഷ നോക്കിയോ അത്രയും ഘട്ടത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ മുഴുവൻ ചോദ്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100% ചോദ്യം എടുക്കുകയാണെങ്കിൽ 95% ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞ PDF നോട്ട്, നമ്മൾ പറഞ്ഞ പ്രിന്റഡ് നോട്ട്, നമ്മൾ തന്ന ക്ലാസ്, ഈ 3 കാര്യത്തിലാണ്. ഇനി ഈ ഒരു കോൺഫിഡന്റിന്റെ അടിസ്ഥാനത്തിൽ 2024 4 ഘട്ടങ്ങളിലെ LGS പരീക്ഷ നമ്മൾ കണ്ടക്ട് ചെയ്തു. LGS പരീക്ഷയുടെ കറണ്ട് അഫയേഴ്സ് നമ്മൾ തന്നു. കറണ്ട് അഫയേഴ്സിനകത്ത് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ നോക്കിയാൽ മതി. LDC അല്ലെങ്കിൽ LGS പരീക്ഷ എഴുതിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്. അവർ പരീക്ഷ കഴിഞ്ഞപ്പോൾ താഴെ ആ വീഡിയോ ക്ലാസ്സിന്റെ താഴെ വന്ന് കമന്റ് ചെയ്തത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒത്തിരി കുട്ടികൾ കമന്റ് ചെയ്തിരുന്നു. ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എല്ലാം ചോദിച്ചു. അവർക്ക് ഓരോ മാർക്ക് വീതം കിട്ടി. ഓരോ മാർക്കല്ല, ഒത്തിരി മാർക്ക് കിട്ടി. അപ്പൊ കറണ്ട് അഫയേഴ്സ് എത്ര മാർക്കുണ്ടോ അത്രയും മാർക്ക് കിട്ടിയ ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടന്റുകളെല്ലാം ചോദിക്കുന്നുണ്ട്. അതല്ലാതെ ഞാനൊരു പ്രവചന സിംഹമാണ്, ഞാൻ പറയുന്നതേ പഠിക്കാവൂ എന്നല്ല. മത്സര പരീക്ഷയിൽ 13 വർഷക്കാലമായി മത്സര പരീക്ഷ കുട്ടികളെ, ഉദ്യോഗാർത്ഥികളെയും
പഠിപ്പിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. ഇത്രയും കാലത്തെ മുഴുവൻ ചോദ്യങ്ങളും സോർട്ട് ചെയ്ത് അവിടെ ഒരു വിശകലനം നടത്തിയതിന് ശേഷമാണ് നിങ്ങളോട് ഈ തള്ളെല്ലാം തള്ളുന്നത്. അല്ലാതെ ഞാൻ സുപ്രഭാതത്തിൽ രാവിലെ എണീക്കുന്ന തന്നെ ഇങ്ങനെ തള്ളി മറിക്കാൻ വേണ്ടി അല്ല എന്ന് മാത്രം ഓർക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചോണം. വൈക്കം സമരവുമായി ബന്ധപ്പെട്ടൊരു സമരം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും കാണും. വൈക്കം സമരത്തിന് 100ാം വാർഷികം 2024. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ടോ അൽ അമീൻ എന്നറിയപ്പെടുന്ന പത്രവുമായി ബന്ധപ്പെട്ടോ ഒരു ചോദ്യം നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ കാണും. കാരണം അതിന്റെ 100ാം വാർഷികം 2024. ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട് ചട്ടമ്പി സ്വാമിയുടെ സമാധിയുടെ 100ാം വാർഷികം 2024 ആയിരുന്നു. ഇപ്പം ഈ മാസം കൂടെ കഴിഞ്ഞാൽ 2024 കഴിയുമല്ലോ. 2024 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം കൂടെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇങ്ങനെയാണ് വാർഷിക ആഘോഷങ്ങൾ പഠിക്കേണ്ടത്. കറണ്ട് അഫേഴ്സിൽ റിവിഷൻ ആയിട്ട് നമ്മൾ PSC ബുള്ളറ്റിന്റെ റിവിഷൻ എടുത്തിട്ടുണ്ട്. കറണ്ട് അഫേഴ്സിന്റെ ഓരോ ടോപ്പിക്കിന് റിവിഷൻ ആയിട്ട് LGS പരീക്ഷാ സമയത്ത്, LDC പരീക്ഷാ സമയത്ത്, ഈ വരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷാ സമയത്തൊക്കെ നമ്മൾ ഈ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കാണാത്തവർ അതുകൂടി കാണുക. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തെറ്റായിരുന്നല്ലോ. രണ്ടാമത്തെ പ്രസ്താവന ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനാണ്, ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവനയിലേക്ക് വന്നാൽ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് പുള്ളിയാണ്. മന്നത്ത് പത്മനാഭനാണല്ലോ വിമോചന സമരം. 1959 ലിബറേഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന വിമോചന സമരം നടക്കുന്നത്. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടാനുള്ള പ്രധാന കാരണത്തിൽ ഒന്ന് ഈ വിമോചന സമരമാണ് എന്ന കാര്യം ഓർക്കണം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ മന്നത്ത് പത്മനാഭന്റെയാണ്. റെമിനിസൻസ് ഓഫ് മൈ ലൈഫ് HSA ഒക്കെ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് 20 മാർക്ക് റിനേസൻസിനകത്തുന്ന ഒരു പോർഷൻ ആണ്. അതിൽ ചോദ്യം ഇംഗ്ലീഷിൽ ചോദിക്കുമ്പം റെമിനിസൻസ് ഓഫ് മൈ ലൈഫ് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്റെ ജീവിത സ്മരണകൾ, ഓട്ടോബയോഗ്രഫിയുടെ പേര് റെമിനിസൻസ് ഓഫ് മൈ ലൈഫ് എന്നാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. ഈ പറയുന്ന എന്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ ആരുടേതാ? മന്നത്ത് പത്മനാഭന്റേതാ. അപ്പൊ ഓപ്ഷനായിട്ട് വരാൻ സാധ്യതയുള്ളത്, അതായത് എന്തില്ലാത്തത്, രണ്ടാമത്തെ പ്രസ്താവനയല്ല, ഒന്നാമത്തെ പ്രസ്താവന ശരിയല്ലാത്ത ഓപ്ഷൻ ആദ്യം നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള ആദ്യ ദൗത്യം. നോക്കിയേ, ഓപ്ഷൻ എയിൽ ഒന്നുണ്ട്, അപ്പൊ ഇതല്ല, അത് വരത്തില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ഇട്ടേക്ക്. മൂന്നാമത്തെ ഓപ്ഷൻ C ഓപ്ഷൻ നോക്കിയേ. C ഓപ്ഷനിൽ ഒന്നാമത്തെ വൈക്കം സമരത്തിന്റെ അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പട്ടിണി ജാഥ സംഘടിപ്പിച്ച ആളെന്നുണ്ട്. അപ്പൊ ഒന്നില്ലാത്തത് ആണല്ലോ. ഇതിനകത്ത് ഒന്നുണ്ട്, അതാണ്ട് 1ഉം 2ഉം ഉണ്ട്. ഇത് അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഒന്നില്ലാത്ത ഓപ്ഷൻ, അതായത് B ഓപ്ഷൻ. ഇത്രയും ഈ ഒന്നില്ലാത്ത ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്ക് ഒന്നുമല്ല ഞാൻ ഉപയോഗിച്ചത്. ഞാൻ തന്ന പ്രിന്റിലെ ഫാക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടന്റ് ആണ് പറഞ്ഞത്. അതിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തി. അടുത്തത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിലേക്ക് വന്നാൽ ഓപ്ഷൻ എ നടരാജഗുരു, ഓപ്ഷൻ ബി കുമാരനാശൻ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി ഡോക്ടർ പൽപ്പു. ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകോട്ട തീയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പുവാണ്. തിരുവിതാംകോട്ട തീയൻ. തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഡോക്ടർ പൽപ്പു ജനിക്കുന്നത്. ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെയാ പഠിപ്പിക്കുന്നത്. എങ്ങനെ? പേട്ടപ്പൽപ്പു. ഓർക്കാൻ വേണ്ടി. ഒരിക്കലും അദ്ദേഹത്തെ കളിയാക്കുവല്ല. ഒരു നവോത്ഥാന നായകനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല, വാല്യൂ കുറച്ച് കാണുന്നില്ല. ഒരു മാർക്ക് പരീക്ഷാളി കയറുമ്പോൾ കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് പറയുന്നു. അത് മന്നത്ത് പത്മനാഭനായിക്കോട്ടെ, ഡോക്ടർ പൽപ്പു ആയിക്കോട്ടെ, ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, ചട്ടമ്പി സ്വാമികളായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമുക്കൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ നവോത്ഥാന നായകന്മാരാണ് അവർക്ക് നല്ല വാല്യൂ കൊടുക്കണം, സംബന്ധിച്ച് എല്ലാം കൊടുക്കുക. പക്ഷെ നമുക്ക് ആരെ കൊന്നിട്ടാണെങ്കിലും നമുക്കൊരു മാർക്ക് വേണം എന്ന പോളിസിയാണ് എനിക്കുള്ളത്. ആരെ കൊന്നിട്ടായാലും ആരെ കളിയാക്കിയിട്ടായാലും, ഇപ്പൊ എന്നെ കളിയാക്കിക്കോ, എന്നെ കളിയാക്കിയാൽ എന്ത് കിട്ടണം? നിങ്ങൾക്കൊരു മാർക്ക് കിട്ടണം. അല്ലാതെ ചുമ്മാതെ കുറഞ്ഞ കളിയാക്കിയിട്ട് കാര്യമില്ല. ഒരു നവോത്ഥാന നായകനെ ഓർക്കാൻ വേണ്ടി ഒരു ലോജിക്ക് ഓർത്ത് വെച്ചേക്കുക. പേട്ടപ്പൽപ്പു. വീണ്ടും ആവർത്തിക്കുന്നു, വളരെ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് ഡോക്ടർ പൽപ്പു എന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ വേറൊരു കളിയാക്കലോ ഒന്നും അല്ല പറഞ്ഞേക്കുന്നത്. ഡോക്ടർ പൽപ്പുവിന്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അദ്ദേഹം ആരംഭിച്ച 3 പ്രധാനപ്പെട്ട സംഘടനയുണ്ട്. മലബാർ എക്കണോമിക് യൂണിയൻ ഡോക്ടർ പൽപ്പുവിൻ്റെതാണ്. ഒത്തിരി സംഘടനകളുണ്ട്. പ്രധാനപ്പെട്ട 1ാം ഈഴവ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തി ഡോക്ടർ പൽപ്പുവാണ്. 2ാം ഈഴവ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വ്യക്തി ഈ പറഞ്ഞ ഡോക്ടർ പൽപ്പുവാണ്. അപ്പൊ ആ ചോദ്യത്തിന്റെ ആൻസർ
ഡോക്ടർ പൽപ്പുവാണ്. ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പുവാണ്. 56ാമത്തെ ചോദ്യം, തുവയൽ പന്തി കൂട്ടായ്മ. മിക്ക ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതാണ്. മിക്ക ക്ലാസ്സിൽ നവോത്ഥാനം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കുന്നതാണ് സമപന്തി ഭോജനം, പന്തി ഭോജനം, പ്രീതി ഭോജനം, തുവേൽ പന്തി കൂട്ടായ്മ, മിശ്ര ഭോജനം എന്ന് പറഞ്ഞൊക്കെ 6-7 തവണയൊക്കെ വായിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ തുവേൽ പന്തി കൂട്ടായ്മ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് ഓപ്ഷൻ എ. 56ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ്. തുവേൽ പന്തി കൂട്ടായ്മ അദ്ദേഹത്തിന്റെ വൈകുണ്ഠ സ്വാമികളുടേതാ. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ചില മെറ്റീരിയൽസ് വായിക്കുമ്പം അതിൽ തൈക്കാടയ്യെന്ന് കാണും. കേരള PSC കൊടുക്കുന്ന ആൻസർക്കാണ് ഞാൻ പറഞ്ഞത്. ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ്. തുവേൽ പന്തി കൂട്ടായ്മ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. വളരെ വ്യക്തമായി ഓരോ ടേമും പ്രീതി ഭോജനം, മിശ്ര ഭോജനം, പിടിയേരി ഭോജനം, ഈ പറഞ്ഞ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് 1917 നടത്തിയ മിശ്ര ഭോജനം ഉൾപ്പെടെ പഠിപ്പിച്ചതാണ്. ഇനി പഠിപ്പിച്ചതാണെന്ന് കരുതി ഞാനങ്ങ് സ്കിപ്പ് ചെയ്ത് പോവല്ല. ആ 6 പോയിന്റ് അങ്ങോട്ട് പറഞ്ഞു തരുക. ഒന്നാമത്തെ നോട്ട് ചെയ്തു, ബുക്കിലോട്ട് ഒന്ന് എഴുതിയോ. 1, പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യ, ബ്രാക്കറ്റിൽ കൊടുത്തേക്കണം. തൈപ്പൂയ സദ്യയുടെ ഭാഗമായി, ഇങ്ങനെ പഠിക്കാവൂ, തൈപ്പൂയ സദ്യയുടെ ഭാഗമായി പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യ. തൈപ്പൂയ സദ്യ, തൈക്കാടയ്യ, എളുപ്പത്തിൽ പഠിക്കാം. തൈ ഓർത്തു വെക്കണേ, തൈ ആവണം. അതല്ലാതെ ഹാളിൽ കയറുമ്പോൾ വൈ ആകരുത്. തൈക്കാടയ്യ വൈകുണ്ഠസ്വാമി ആവരുത്. തൈക്കാടയ്യ തൈപ്പൂയ സദ്യ. ഇനി സെയിം ക്വസ്റ്റ്യൻ, പന്തി ഭോജനം ഹൈഫൻ അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചത്. പന്തി ഭോജനം എന്ന ആചാരം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം വൈകുണ്ഠ സ്വാമികളാണ്. ലോജിക്ക് പറഞ്ഞുതരാം, ഒന്നുമില്ലെന്നേ. തൈപ്പൂയ സദ്യ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും മുരുക ക്ഷേത്രങ്ങളിൽ, അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ തൈപ്പൂയ നാളിൽ, വിശേഷ ദിവസമാണ്, ആ തൈപ്പൂയ നാളിൽ ഒരു സദ്യ നടത്തും. ഈ തൈപ്പൂയ നാളിൽ നടത്തുന്ന സദ്യയിൽ എല്ലാ ജാതിയിലുള്ളവർക്കും പങ്കെടുക്കാം. അതൊരു ക്ഷേത്രാചാരമാണ്. അപ്പൊ അത് എന്തല്ല, അയിത്തത്തിനെതിരെയുള്ള അല്ലെങ്കിൽ അയിത്തത്തിനെതിരെയുള്ള പ്രതിഷേധ സമരമാണോ? അല്ല, ഒരു മതപരമായ ഒരു ആചാരമാണ് അത് തൈപ്പൂയ സദ്യ. അപ്പൊ അങ്ങനെ നടത്തിയത് ആരാണ്? തൈക്കാടയ്യ. പക്ഷേ പന്തി ഭോജനം എന്നറിയപ്പെടുന്ന ആചാരം അല്ലെങ്കിൽ സംവിധാനം എല്ലാ ദിവസവും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ തൈപ്പൂയ നാളിൽ മാത്രമല്ലാതെ നവോത്ഥാനത്തിന്റെ എവിടൊക്കെ അയിത്തം നിലനിൽക്കുന്നോ അവിടെ എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന പന്തി ഭോജനം എന്ന സംവിധാനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അതുകൊണ്ടാണ് ആ പന്തി ഭോജനത്തെ സമപന്തി ഭോജനം എന്ന് വിളിക്കുന്നത്. സമപന്തി ഭോജനം നടത്തിയത് ഈ വൈകുണ്ഠ സ്വാമികളാണ്. തുവേൽ പന്തി കൂട്ടായ്മ എന്ന സംവിധാനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി ചോദ്യമുണ്ട്, പ്രീതി ഭോജനം 1917 പ്രീതി ഭോജനം നടത്തിയത് 1917 അല്ല, 1917 മിശ്ര ഭോജനമാണ് നടത്തിയത് കേട്ടോ. 1917 മിശ്ര ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ. അതിന് 100ാം വാർഷികം 2017 സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ കണ്ടന്റുകളെല്ലാം ഡിസ്കസ് അല്ലെങ്കിൽ പറഞ്ഞിരുന്നു. ആ 2017 അതിന്റെ 100ാം വാർഷിക ആഘോഷം കേരള സംസ്ഥാന ഗവൺമെന്റ് ആഘോഷിക്കുകയുണ്ടായി. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ദെൻ പ്രീതി ഭോജനം എന്നറിയപ്പെടുന്ന സംവിധാനമുണ്ട്. പ്രീതി ഭോജനം നടത്തിയത് അത് വാഗ്ഭടാനന്ദനാണ്. ഇനിയും ചോദ്യമുണ്ട്, ഐക്കര നാടുവാഴി വരവേൽപ്പ് വിളിച്ചു കൂട്ടിയത് പാമ്പാടി ജോൺ ജോസഫാണ്. പിടിയേരി ഭോജനം എന്നും പറഞ്ഞൊരു ഭോജനമുണ്ട്. പിടിയേരി ഭോജനം നടത്തിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയ. അദ്ദേഹം തന്നെയാണ് ആർപ്പൂക്കര സദ്യ എന്നറിയപ്പെടുന്ന ആചാരവും നടപ്പിലാക്കിയത്. പിടിയേരി സമ്പ്രദായവും ആർപ്പൂക്കര സദ്യയും നടത്തിയത് ആര് തന്നെ? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പട്ടി സദ്യ എന്നും പറഞ്ഞൊരു സംവിധാനമുണ്ട്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട എന്നറിയപ്പെടുന്ന ഭാഗം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സ്ഥലം കേന്ദ്രീകരിച്ച് അവിടുത്തെ ഫ്യൂഡൽ മാടമ്പിമാരെ പട്ടികളായി കരുതിക്കൊണ്ട് അവർക്ക് സദ്യ കൊടുത്ത നവോത്ഥാന നായകന്റെ പേര് ചട്ടമ്പി സ്വാമികൾ എന്നാണ്. നവോത്ഥാനത്തിൽ ഈ പറയുന്ന ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് പട്ടി സദ്യ നടത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ ഇതിന്റെ ആൻസറിലേക്ക് വരും തുവേൽ പന്തി കൂട്ടായ്മ വൈകുണ്ഠ സ്വാമികളാണ്. 57ാമത്തെ ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവയിൽ പൊയ്കേൽ യോഹന്നാൻ ദളിത സമുദായത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ ഏതെല്ലാം? വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇതിൽ ഈ പറയുന്ന ഓപ്ഷനിൽ 3 നോക്കിയ ഓപ്ഷൻ എ വാകത്താന ലഹള, ഓപ്ഷൻ ബി അല്ലെങ്കിൽ 2ാമത്തെ പ്രസ്താവന മംഗലം ലഹള, ഓപ്ഷൻ 3 പെരിനാട് ലഹള, 4ാമത്തത് മുണ്ടക്കയം ലഹള. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ പഠിപ്പിക്കുന്നത് എന്താ?
അയ്യങ്കാളി എന്ന നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സമരം പഠിക്കണം. പെരിനാട് ലഹള അല്ലെങ്കിൽ കമ്മൻകുളം ലഹള, അതുമല്ലെങ്കിൽ കല്ലുമാല ലഹള. കല്ലുമാല സമരം പഠിപ്പിച്ചിട്ടുള്ളതാണ്. കല്ലുമാല സമരത്തിന് മറ്റൊരു പേരാണ് പെരിനാട് ലഹള, അതിന്റെ മറ്റൊരു പേരാണ് കമ്മൻകുളം സമരം. വർഷം 1915. പ്രൂഫ് സഹിതം വേണമെങ്കിൽ നിങ്ങൾ കേരള ചരിത്രം നവോത്ഥാനത്തിന്റെ ക്ലാസ് കണ്ടു നോക്ക്. ആ ക്ലാസ്സിൽ കൊടുത്തപ്പോൾ പ്രിന്റിലേക്ക് നിങ്ങൾ പോകാതെ ആ ക്ലാസ് നോക്കുക. ആ ക്ലാസ്സിൽ ഇങ്ങനെ ഈ പറയുന്ന കണ്ടന്റുകൾ വ്യക്തമായി ഞാൻ കൊടുത്തിട്ടുണ്ട് പെരിനാട് ലഹളയെ പറ്റി. അപ്പൊ പെരിനാട് ലഹള ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടേതാണോ? അല്ല, അയ്യങ്കാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകന്റേതാണ് പെരിനാട് ലഹള. അപ്പൊ ഈ നോക്കിയേ, ഈ മൂന്ന്, അതായത് മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ലാത്തത് ഏതെന്ന് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇനി നോക്ക്, ഇനി നമുക്ക് ഈസിയാണ്. കാരണം എന്താ? 57ാമത്തെ ചോദ്യം, അതായത് മൂന്നാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ പെരിനാട് ലഹള ഓപ്ഷൻ ഇല്ലാത്ത നോക്കാനാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതല്ലാതെ നിങ്ങൾ ചില അധ്യാപകർ പറയും എന്ത്, ഇങ്ങനെ അല്ലെങ്കിൽ എളുപ്പമാർഗത്തിലൂടുകൂടി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ആൻസർ കീയിലേക്ക് എത്തുന്നത്. അതല്ലാതെ വേറെ ഒരു ടെക്നിക്കും അവിടെ ഉപയോഗിക്കുന്നില്ല. അല്ലാതെ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിച്ചോന്നേ ഒരു വിഷയമില്ല. നിങ്ങൾക്കൊരു മാർക്ക് കിട്ടുന്ന എന്ത് കാര്യവും, പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞ വാക്യം വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾക്കൊരു മാർക്ക് കിട്ടുമെങ്കിൽ ആരെ വേണമെങ്കിലും കളിയാക്കിക്കോ, ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഒരു മാർക്ക് കിട്ടണം. അതല്ലാതെ ഒരു മാർക്കും കിട്ടാതെ ഫുള്ള് നെഗറ്റീവ് അടിച്ചു വെക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷനിലേക്ക് വന്നാൽ 3 ഓപ്ഷൻ ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തത് പെരിനാട് ലഹള ആരുടേതാണ്? അത് അയ്യങ്കാളിയുടേതാണ്. അപ്പൊ ഇതിനകത്താണ്ട് ഒന്നാമത്തെ ഓപ്ഷനിൽ 3 ഉണ്ട്. ഇപ്പൊ അത് വരാൻ സാധ്യതയില്ല. ദെൻ സി ഓപ്ഷനിൽ വന്നാൽ 3 ഓപ്ഷൻ ഉണ്ട്. ദെൻ ഡി ഓപ്ഷനിൽ വന്നാൽ മൂന്നാമത്തെ പെരിനാട് ലഹളയുണ്ട്. അപ്പൊ ഈ പറയുന്ന പെരിനാട് ലഹള ഇല്ലാത്തത് ഏതൊക്കെയാ? അതായത് ഈ പറഞ്ഞ ഓപ്ഷനെ വാകത്താന, ഒന്നാമത്തത് വാകത്താന ലഹള, രണ്ടാമത്തെ മംഗലം ലഹള, നാലാമത്തെ മുണ്ടക്കയം ലഹള. ഈ 3 ലഹളകളും ആരുടേതാണ്? പൊയ്കേലി യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണ്. ഒത്തിരി ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് 58ാമത്തെ ചോദ്യം, അതായത് 8ാമത്തെ നവോത്ഥാന ചോദ്യം. വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി HSA ബാച്ചിന് ഒരു ക്ലാസ് എടുത്തിരുന്നു. എന്നിട്ട് ഞാൻ അത് നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞു. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്, പക്ഷേ പൂർണ്ണമായും ക്ലാസ് എടുക്കുന്നത് മലയാളത്തിലാണ്. ഒന്ന് കേട്ടെന്നും പറഞ്ഞ് കുഴപ്പമില്ല എന്ന് കരുതി ടെലഗ്രാമിൽ കമന്റ് വരെ ഞാൻ ഇട്ടിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് അതൊന്ന് വായിക്കണേ. ദെൻ വായിച്ചവർക്ക് 1 മാർക്ക് കിട്ടി. 58ാമത്തെ മാർക്ക് കിട്ടി. വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ 1. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിച്ചു. അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേരാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. എളുപ്പത്തിൽ പഠിപ്പിച്ചായിരുന്നു. അഖില മാറ്റിയിട്ട് ബാക്കി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. ഞാൻ വരും ക്ലാസ്സിൽ, വരും ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ നവോത്ഥാന നായകന്മാരെയും ഓരോ നവോത്ഥാന നായികമാരെയും എടുക്കാം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലുമല്ല, കോമൺ ആയിട്ട് മലയാളത്തിൽ അങ്ങ് എടുക്കാം. ഇംഗ്ലീഷ് പഠിക്കേണ്ടവർ എന്ത് ചെയ്തോ, ഇംഗ്ലീഷ് നോട്ട്സ് വായിച്ചോ. ഇംഗ്ലീഷിലും മലയാളത്തിൽ നോട്ട്സ് തരാം, ക്ലാസ് എന്ത് തരാം, മലയാളത്തിൽ തരാം. കാരണം ഇതിനകത്ത് ഭൂരിഭാഗം കുട്ടികളും എൻ്റെ പ്രിയപ്പെട്ട 10th ലെവൽ പ്രിലിംസും 10th ലെവൽ മെയിൻസും ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളായതുകൊണ്ട് അവരെ പരിഗണിക്കുക എന്നുള്ളത് എൻ്റെ പ്രയോറിറ്റിയാണ്. കാരണം ആദ്യം അവരാണ് എന്നോടൊപ്പം നിന്നത്. ആ LDC ബാച്ചുകാരാണ് എന്നോടൊപ്പം നിന്നത്, LGS ബാച്ചുകാരാണ് എന്നോടൊപ്പം നിന്നത്. അപ്പൊ അവരെ കൂട്ടാതെ ഞാൻ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അവർക്ക് വേണ്ടിയായിരിക്കും മെജോറിറ്റി ക്ലാസ്. മറ്റുള്ളവരെ പരിഗണിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർക്കും പരിഗണനയുണ്ട്. 10th ലെവൽ ഫോക്കസ് ചെയ്യുന്ന, LGS ഫോക്കസ് ചെയ്യുന്ന, VFA ഫോക്കസ് ചെയ്യുന്ന എല്ലാവരെയും പരിഗണിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ അൽ ഇസ്ലാം എന്ന മാസിക അല്ലെങ്കിൽ അൽ ഇസ്ലാം എന്ന ജേണൽ പുറത്തിറക്കി. ശരിയാ? അൽ ഇസ്ലാം എന്ന ജേണൽ അല്ലെങ്കിൽ മാസിക പുറത്തിറക്കിയത് വക്കം മൗലവിയ. അൽ അമീൻ ഉണ്ട്, അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെതാ. അൽ ഹിലാൽ ഉണ്ട്, അത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാ. അപ്പോൾ അതും ശരിയാ. ഓപ്ഷൻ 3ലേക്ക് വന്നാൽ ഇസ്ലാമിക സന്ദേശം എന്ന കൃതി എഴുതി. ശരിയാണ്. ഇസ്ലാമിക സന്ദേശം എന്ന കൃതി ആരുടേതാണ്? ഈ പറഞ്ഞ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഓപ്ഷൻ 4ലേക്ക്, 4ാമത്തെ പ്രസ്താവന നോക്കിയേ. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് 1905
പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, 1905 തെങ്ങ്. അങ്ങനെ തന്നെയാണ് നിങ്ങളോട് പഠിപ്പിച്ചേ. 4500-ലധികം കുട്ടികൾ കണ്ടൊരു വീഡിയോ സീരീസ് ഉണ്ട്. HSAയുമായി ബന്ധപ്പെട്ട് HSAയുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനകത്ത് ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം കൊടുത്തപ്പോണ്ട് പറഞ്ഞല്ലോ. ഈ കൂട്ടായ്മയെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഓരോ മാർക്ക് വീതം കിട്ടുന്നുണ്ട്. അപ്പൊ മറ്റു പ്ലാറ്റ്ഫോമിലെ വിശ്വസിക്കുന്നവർക്ക് മാർക്ക് കിട്ടുന്നില്ലെന്നല്ല ഞാൻ പറയുന്നേ, അവർക്കും കിട്ടുന്നുണ്ട്. ഈ പറയുന്ന കണ്ടന്റുകൾ ഒരു പോയിന്റ് പോലും ഇടാതെ പഠിക്കുന്നവർക്കും ഗുണം കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ജോലി കിട്ടണം, അതേ ഉള്ളൂ ലക്ഷ്യം. അപ്പൊ 1910 സെപ്റ്റംബർ 26-നല്ല സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. 1905 5 തെങ്ങെന്നറിയപ്പെടുന്ന സ്ഥലത്തു നിന്നാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, ഈ പറയുന്ന 1910 സെപ്റ്റംബർ 26 പത്രം നിരോധിക്കുക. തിരുവിതാംകൂറിൽ നിന്ന് ഈ പറയുന്ന സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും തിരുവിതാംകൂറിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് ഈ പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുകയും ചെയ്തതാ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ 4ാമത്തെ പ്രസ്താവന വരാത്ത ഓപ്ഷൻ നോക്കിയേ. ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ. ഒന്നാമത്തതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന 4ാമത്തെ പ്രസ്താവന ഇല്ല. ഓക്കെ, അത് സമ്മതിച്ചു. ദെൻ 4ാമത്തെ പ്രസ്താവന ഇല്ലാത്തതാണ്ടെ ഇതും 4ാമത്തെ. അപ്പം എയും ഡിയും എന്താണ് ഈ പറയുന്ന ഉത്തരമായി വരാൻ സാധ്യതയുണ്ട്. അതിനർത്ഥം ഈ പറഞ്ഞ ബി വരാൻ സാധ്യതയില്ല, സി വരാൻ സാധ്യതയില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻ എ നോക്കിയേ. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ പഠിപ്പിച്ചതാണ്, അപ്പൊ അത് ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ അൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന ജേണൽ പുറത്തിറക്കിയത് ആര് തന്നെയാ? ഈ പറയുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. അടുത്തത് 59ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ യാചനായാത്ര, നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ യാത്രകൾ മാത്രമായി PDF നോട്ട് തന്നു. പട്ടിണി ജാഥ, യാചനാ ജാഥ, ഇതിന്റെയൊക്കെ പ്രൂഫ് സഹിതം നിങ്ങളുടെ PSC ഇൻഫ്ലുവൻസർ എന്ന ടെലിഗ്രാം കൂട്ടായ്മയിൽ PDF സഹിതം ഓരോ ദിവസവും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇനി അത് പ്രൂഫ് വേണ്ടവർക്ക് കമന്റ് ചെയ്താൽ മതി, അവർക്ക് പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യാം. അപ്പൊ അതിനകത്ത് അവരുടെ എന്താണ് കമന്റിന് മറുപടി ആയിട്ടുള്ള കണ്ടന്റ് ഞാൻ പറഞ്ഞോളാം. അപ്പൊ യാചനയാത്രയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകന്റെ പേര് VT ഭട്ടതിരിപ്പാടെന്ന്. അന്തർജന വിഭാഗത്തിന് ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ച നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയാണ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് 2 പ്രധാനപ്പെട്ട സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട സംഘടന യോഗക്ഷേമ സഭ. അപ്പൊ ചില ആളുകളെങ്കിലും കരുതും യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്ന സമയത്ത് VT ഭട്ടതിരിപ്പാടിന് 12 11 വയസ്സല്ലേ ഉള്ളു. ഈ പറയുന്ന കേരള PSC കൊടുക്കുന്ന ആൻസർ കീ ഞാൻ പറഞ്ഞ യോഗക്ഷേമ സഭ എന്നറിയപ്പെടുന്ന സംഘടനയുടെ അമരക്കാരൻ അല്ലെങ്കിൽ സ്ഥാപകനായി കരുതപ്പെടുന്നത് VT ഭട്ടതിരിപ്പാടിനെയും ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം മറക്കല്ലേ, നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അപ്പൊ 9ാമത്തെ ചോദ്യവും നമുക്ക് കിട്ടി. 9ാമത്തെ ചോദ്യവും ഈ പ്രിന്റഡ് നോട്ട് കയ്യിലുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടി. 60ാമത്തെ ചോദ്യത്തിലേക്ക് വരിക. ചേരുംപടി ചേർക്കുക. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, നമ്മൾ പഠിപ്പിച്ച സംഘടനകൾ മാത്രം ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഓപ്ഷൻ എയിലേക്ക് നോക്കിയേ, കുമാരഗുരു. ഓപ്ഷൻ ബി പണ്ഡിറ്റ് ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ഡി തൈക്കാടയ്യ. ഇനി നമുക്കറിയാം, നമ്മൾ ഇന്ന് പഠിപ്പിച്ച, അതായത് സംഘടനകൾ പഠിപ്പിച്ച സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, VT ഭട്ടതിരിപ്പാടിൻ്റെതാണ് ഏത്? യോഗക്ഷേമ സഭ. അപ്പൊ ഓപ്ഷൻ സി 4 ഉള്ളത് ആരും നോക്കിയേ. ഓപ്ഷൻ സി 4 ഉള്ളത്, അതായത് ഓപ്ഷൻ സി 4 ഉള്ളത് എയും ബിയും സിയും ഡി എല്ലാം ഓപ്ഷൻ സി 4 ഉള്ളതാ. അപ്പൊ ആ ഒരു ടെക്നിക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അത് പഠിച്ചത് നമുക്ക് ഗുണമായി. എന്താ? ഓപ്ഷൻ സി 4 ആണ്. സി ഉള്ളത് യോഗക്ഷേമ സഭ, VT ഭട്ടതിരിപ്പാടിന്റെയാണ് യോഗക്ഷേമ സഭ. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, VT ഭട്ടതിരിപ്പാടിന്റെയാണ് എന്ത്? യോഗക്ഷേമ സഭ. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു സംഘടന നോക്കിയേ, ഏറ്റവും പ്രധാനപ്പെട്ടതാ തൈക്കാടയ്യ എന്നറിയപ്പെടുന്ന വ്യക്തിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേര് വേറെ ഒന്നുമില്ല, ശൈവ പ്രകാശ സഭയാണ്. ശൈവ പ്രകാശ സഭയാണ് ആരംഭിച്ചത്? ഈ പറയുന്ന തൈക്കാടയ്യ ആരംഭിച്ചത്. അപ്പൊ ഡി ഓപ്ഷൻ എന്തുള്ളത്? ഡി ഓപ്ഷൻ 2 ഉള്ളതുണ്ടോ നോക്കിയേ. ഡി ഓപ്ഷൻ 2 ഉള്ളത്, ഈ ഡി ഓപ്ഷൻ 2 ഉള്ളതാണ്ടേ ഇത് മാത്രമേ ഉള്ളൂ. ഡി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതാണ് ആൻസർ. ഇനി അതല്ലാതെ നമ്മൾ പഠിപ്പിച്ച പ്രിന്റഡ് നോട്ടിലുള്ള മുഴുവൻ കണ്ടന്റ് വായിക്കുന്നവരങ്ങനെ കുമാരഗുരു എന്നറിയപ്പെടുന്ന ആര്? പൊയ്കൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകന്റെ സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അത് ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന 1ാമത്തത് ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആർക്കുള്ളതാണ്? എ ആണ്. അപ്പൊ A 3 ആണ്. ബി നോക്കിയ പണ്ഡിറ്റ് കറുപ്പന്റെ സംഘടനയുടെ പേരാണ് എന്ത്? ഈ പറഞ്ഞ ജ്ഞാനോദയ സഭ. ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി എന്നറിയപ്പെടുന്ന സ്ഥലം കേന്ദ്രീകരിച്ചാണ് ആരംഭിച്ചത്? പണ്ഡിറ്റ് കറുപ്പൻ ആരംഭിച്ചത്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ VT ഭട്ടതിരിപ്പാട്
യോഗക്ഷേമ സഭ, സി ഓപ്ഷൻ. ഓപ്ഷൻ ഡി തൈക്കാടയ്യ സ്വാമി, തൈക്കാടയ്യയുടെയാണ് ശൈവ പ്രകാശ സഭ. ആൻസർ ആയിട്ട് വരേണ്ടത് എ ഓപ്ഷൻ, അതായത് A3, B1, C4, D2. അതായത് കുമാരഗുരുദേവന്റേതാണ് പ്രത്യക്ഷ രക്ഷാദേവ സഭ, പണ്ഡിറ്റ് കറുപ്പന്റേതാണ് ജ്ഞാനോദയം സഭ, ദെൻ VT ഭട്ടതിരിപ്പാടിൻ്റെതാണ് യോഗക്ഷേമ സഭ, തൈക്കാടയ്യയുടെയാണ് ആര്? തൈക്കാടയ്യയുടെ ശൈവ പ്രകാശ സഭ. തൈക്കാടയ്യ മാത്രമല്ല ശൈവ പ്രകാശ സഭ സ്ഥാപിക്കുന്നത്, തൈക്കാടയ്യയും മനോന്മണിയം സുന്ദരൻ പിള്ളയും കൂടാണ് ശൈവ പ്രകാശ സഭ സ്ഥാപിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ചോദ്യങ്ങളാ? 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി. ഈ പ്രിന്റഡ് നോട്ട് ഉള്ളവര്, അല്ലാതെ ഈ പ്രിന്റഡ് നോട്ട് കയ്യിലില്ലാത്തവർ കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയില്ലെന്നല്ല ഞാൻ പറയുന്നത്, പഠിച്ചവർക്ക് കിട്ടി 100%. 10ൽ 10 ചോദ്യവും കിട്ടിയ ആളുകളുണ്ട്. അപ്പൊ ഈ പറയുന്ന ഇത്രയും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മുന്നിൽ ഒരു സാധ്യതയുണ്ട്. നവോത്ഥാനത്തിന്റെ പ്രിന്റഡ് 323 ചോദ്യങ്ങളും അതിന്റെ ഉത്തരവുമുള്ള PDF നോട്ട് തന്നിട്ടാ ഞാൻ ഈ കണ്ടന്റുകളെല്ലാം തള്ളിമറിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ഇനി വരും ക്ലാസ്സുകളിൽ ഈ പറയുന്ന മുഴുവൻ ടോപ്പിക്കും അടങ്ങുന്ന PDF നോട്ട്, പ്രിന്റഡ് നോട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അത് PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മ വഴിയായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഇതൊരു പ്രവചനം, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വരാൻ പോകുന്ന മത്സര പരീക്ഷയുടെ ചോദ്യം ആദ്യമേ ലീക്കാക്കി എൻ്റെ കൈ കിട്ടിയതുകൊണ്ടല്ല ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, ഒരു 10 വർഷക്കാലമായി കേരള PSC നടത്തുന്ന മുഴുവൻ പരീക്ഷയുടെയും ചോദ്യം സോർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ PDF നോട്ടും പ്രിന്റഡ് നോട്ടും ഈ റിവിഷൻ ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് തരുന്നത്. അതല്ലാതെ വേറെ ഒരു രീതിയിലുമുള്ള, ചില ആളുകൾ കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ ഒരു വീഡിയോ സീരീസിന് താഴെ വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കിയതുകൊണ്ടായിരിക്കാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദം വരുവാണെങ്കിൽ അത് വെറും വിവാദം മാത്രമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു നിജസ്ഥിതിയും കാണില്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും വീണ്ടും അടുത്ത സീരീസുമായിട്ട് നെക്സ്റ്റ് ഡേയിൽ വരാം. അപ്പൊ കൃത്യമായി പഠിക്കുക, ഈ നോട്ട്സ് വായിക്കണം, പരീക്ഷ അറ്റൻഡ് ചെയ്യണം, റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.